IPL-ലെ 5 തവണത്തെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാമ്പിൽ നിന്ന് വമ്പൻ ഭൂകമ്പം. 2027 IPL സീസണിന് മുന്നോടിയായി ടീമിനെ അടിമുടി അഴിച്ചുപണിയാൻ CSK മാനേജ്മെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു. നീണ്ട വർഷങ്ങളായി ടീമിന്റെ മുഖമായിരുന്ന മുഖ്യ പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെ ഒഴിവാക്കി പകരം മൈക്കിൾ ഹസിയെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. അതുമാത്രമല്ല, ഋതുരാജ് ഗീക്വാദിനെ മാറ്റി മലയാളി താരം സഞ്ജു വിശ്വനാഥ് സാംസനെ CSKയുടെ പുതിയ നായകനാക്കാനുള്ള നീക്കങ്ങൾ സജീവമാണ്. അതിനെല്ലാം മുകളിൽ MS ധോണി പൂർണ്ണസമയ മെന്റർ റോളിലേക്ക് മാറുന്നു. ഇതോടൊപ്പം ഷമി, സിറാജ്, ചാഹൽ, ഹാർദിക് പാണ്ഡ്യ എന്നിവരടങ്ങുന്ന വമ്പൻ ട്രേഡിംഗ് പ്ലാനുകളും. ചെന്നൈ സൂപ്പർ കിങ്സിൽ എന്താണ് സംഭവിക്കുന്നത്? വിശദമായ റിപ്പോർട്ടിലേക്ക് കടക്കാം. സ്പോർട്സ് പിച്ചിലേക്ക് സ്വാഗതം. 2023 MS ധോണിക്ക് കീഴിൽ 5ാം IPL കിരീടം ഉയർത്തിയ ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിന് തൊട്ടതൊന്നും പൊന്നാക്കാൻ സാധിച്ചിട്ടില്ല. MS ധോണി നായകസ്ഥാനം ഒഴിഞ്ഞ് ഋതുരാജ് ഗീക്വാദ് അമരമേറ്റെടുത്തതോടെ ടീമിന്റെ പ്രകടനത്തിൽ വലിയ രീതിയിലുള്ള ഗ്രാഫ് ഇടിവാണ് നമ്മൾ കണ്ടത്. തുടർച്ചയായ തിരിച്ചടികളും പ്ലേ ഓഫ് പോലും കാണാതെ പുറത്താകുന്ന അവസ്ഥയും CSK മാനേജ്മെന്റിനെ വലിയ രീതിയിൽ ചിന്തിപ്പിച്ചു. വിജയം മാത്രം ശീലിച്ച ഒരു ഫ്രാഞ്ചൈസിക്ക് തോൽവികൾ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇതോടെയാണ് വരാനിരിക്കുന്ന 2027 സീസണിൽ പുതിയൊരു ടീമിനെ വാർത്തെടുക്കാൻ വമ്പൻ തീരുമാനങ്ങളിലേക്ക് CSK കടന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അടിമുടി മാറ്റത്തിന്റെ ആദ്യ പടിയായാണ് ലെജൻഡറി കോച്ച് സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെ സ്ഥാനത്തു നിന്നു മാറ്റാൻ CSK തീരുമാനിച്ചത്. ഫ്ലെമിങ്ങിനു പകരം ഓസ്ട്രേലിയൻ മുൻ ഇതിഹാസവും CSKയുടെ ബാറ്റിംഗ് കോച്ചുമായ മൈക്കിൾ ഹസിയെ മിസ്റ്റർ ക്രിക്കറ്റ് പുതിയ ഹെഡ് കോച്ചായി നിയമിക്കാനാണ് ആലോചന. CSKയുടെ ഡ്രസ്സിംഗ് റൂം സംസ്കാരവും ശൈലിയും കൃത്യമായി അറിയാവുന്ന ആളാണ് ഹസി. യുവതാരങ്ങളെ വികസിപ്പിച്ചെടുക്കാനും അവരിൽ ആത്മവിശ്വാസം വളർത്താനും ഹസിക്കുള്ള കഴിവ് ടീമിന് വലിയ മുതൽക്കൂട്ടാകും. CSK CEOയും MS ധോണിയും ഋതുരാജും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടതെന്നാണ് സൂചനകൾ. ഈ അഴിച്ചുപണിയിലെ ഏറ്റവും വലിയ സർപ്രൈസ് നായകസ്ഥാനത്തെ മാറ്റമാണ്. ഋതുരാജ് ഗീക്വാദിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ടീം പിന്നോട്ടു പോയതോടെ അനുഭവസമ്പന്നനായ സഞ്ജു സാംസനെ CSKയുടെ അമരമേൽപ്പിക്കാൻ മാനേജ്മെന്റ് ഒരുങ്ങുന്നു. രാജസ്ഥാൻ റോയൽസിനെ നയിച്ച് ടീമിനെ ഫൈനൽ വരെ എത്തിച്ച വമ്പൻ റെക്കോർഡ് സഞ്ജുവിനുണ്ട്. സമ്മർദ്ദ നിമിഷങ്ങളിൽ ശാന്തനായി തന്ത്രങ്ങൾ മെനയാൻ സഞ്ജുവിനുള്ള കഴിവ് ധോണിയുടേതിന് സമാനമാണ്. ധോണിയുടെ പൂർണ്ണ പിന്തുണയും ആഗ്രഹവും സഞ്ജു നായകനാകുന്നതിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഋതുരാജിനെ ക്യാപ്റ്റൻസിയുടെ ഭാരത്തിൽ നിന്ന് ഒഴിവാക്കി ഒരു സ്വതന്ത്ര ബാറ്ററായി നിലനിർത്താനും സഞ്ജുവിന് കീഴിൽ ഒരു പുതിയ ടീമിനെ അണിനിരത്താനുമാണ് CSKയുടെ പ്ലാൻ. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വരുന്നത്. MS ധോണി മെന്റർ അഥവാ ടീം അഡ്വൈസറുടെ റോളിലേക്ക് മാറുന്നു എന്നത്. കളിക്കളത്തിൽ ഇറങ്ങിയില്ലെങ്കിലും ഡഗ്ഔട്ടിൽ തന്ത്രങ്ങൾ മെനയാൻ തലവൻ ധോണി കൂടെയുണ്ടാകും. സഞ്ജു സാംസനെ പോലൊരു മലയാളി നായകന് ധോണിയുടെ സാന്നിധ്യം നൽകുന്ന ആത്മവിശ്വാസം അളവറ്റതായിരിക്കും. സഞ്ജുവിന്റെ തന്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടാനും ബൌളിംഗ് ചേഞ്ചുകളിലും ഡിസിഷൻ മേക്കിംഗിലും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ധോണിക്ക് സാധിക്കും. ഇത് CSKയുടെ വിജയസാധ്യതകളെ ഇരട്ടിയാക്കുമെന്നതിൽ സംശയമില്ല. നായകനും കോച്ചും മാത്രമല്ല, കളിക്കാരുടെ കാര്യത്തിലും വമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ സീസണുകളിൽ മികച്ചൊരു ബൌളിംഗ് നിരയുടെ അഭാവം ടീമിനെ വല്ലാതെ ബാധിച്ചിരുന്നു. ഇത് പരിഹരിക്കാൻ ഇന്ത്യൻ സ്റ്റാർ പേസർമാരായ മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ് എന്നിവരെ ടീമിലെത്തിക്കാൻ CSK ശ്രമിക്കുന്നുണ്ട്. കൂടാതെ സ്പിൻ നിര ശക്തമാക്കാൻ യുസ്വേന്ദ്ര ചാഹലിനെയും ടീം നോട്ടമിടുന്നു. അതേസമയം പീസ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവരാൻ CSK നീക്കം നടത്തിയെങ്കിലും ഹാർദിക്കിന് ക്യാപ്റ്റൻസി സ്ഥാനം വേണമെന്ന വാശി കാരണം അത് നടക്കാൻ സാധ്യതയില്ല. ഹാർദിക് KKRലേക്ക് പോകാനാണ് സാധ്യത. ബാറ്റിംഗിൽ തിളങ്ങുന്നുണ്ടെങ്കിലും ബൌളിംഗിൽ കാര്യമായ സംഭാവന നൽകാൻ സാധിക്കാത്ത ശിവം ദുബൈയെ ഒഴിവാക്കാനും CSK ആലോചിക്കുന്നുണ്ട്. അതെ, 2027 IPL-ൽ ഒരു പുതിയ ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മൈക്കിൾ ഹസി പരിശീലകനായി, തലവൻ ധോണി ഉപദേഷ്ടാവായി ഡഗ്ഔട്ടിലിരുന്ന് തന്ത്രങ്ങൾ നെയ്യുമ്പോൾ മൈതാനത്ത് ചെന്നൈയെ നയിക്കാൻ മലയാളി നായകൻ സഞ്ജു സാംസൺ എത്തുമ്പോൾ ആവേശത്തിന്റെ കൊടുമുടിയിലാകും ആരാധകർ. MS ധോണി ഉപദേഷ്ടാവായി CSK ടീമിനെ സഹായിക്കുന്നത് പുതിയ സീസണിൽ ടീമിന്റെ വിജയസാധ്യതകളെ എങ്ങനെ ബാധിക്കും? സഞ്ജു സാംസൺ CSKയുടെ നായകനായി എത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. IPL-ലെ വമ്പൻ അപ്ഡേറ്റുകൾക്കായി സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം. നന്ദി.